ദൈവത്തിന് സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രാർത്ഥന എന്നുള്ളതാണല്ലോ. അതിനെക്കുറിച്ച് അല്പകാര്യങ്ങൾ ഓർപ്പാൻ ആഗ്രഹിക്കുന്നു. 2 വേദഭാഗങ്ങൾ പ്രാരംഭമായി വായിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഫിലിപ്പിയർ 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടെ അറിയിക്കുക അത്രേ വേണ്ടത്. നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു, മടുത്തു പോകരുത്, പ്രാർത്ഥിക്കും, മറുപടിയുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തെ അറിയിക്കേ, ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകരുത്. നാം വീണ്ടും ചിന്തിക്കുവാൻ പോവുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അത്യുന്നതമായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം സകലതും നിർവഹിക്കുന്ന ദൈവമാണ്. ദേഹം, ദേഹി, ആത്മാവ്, 3 ആളത്വങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റിത്തരും എന്ന് നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. 30-ാം സങ്കീർത്തനം 11-12 വാക്യങ്ങൾ. അങ്ങൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് അങ്ങ് അഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ അങ്ങയ്ക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യും. ഇത് ദാവീദിൻ്റെ ഒരു പാട്ടാണ്. 150 പാട്ടുകൾ ചേർന്ന ഒരു പാട്ടുപുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. അതിൽ 100 പാട്ടിൻ്റെ ഹെഡിങ്ങിൽ എഴുതിയ ആളുകളുടെ പേരുണ്ട്. 50 പാട്ടുകളുടെ ഹെഡിങ്ങിൽ എഴുതിയ ആളുകളുടെ പേരില്ല. ഹെഡിങ്ങിൽ പേരുള്ള 73 സങ്കീർത്തനവും ദാവീദിൻ്റെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദാവീദ് എഴുതിയ പാട്ടുകളാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹെഡിങ്ങിൽ പേരില്ലാത്ത പല സങ്കീർത്തനങ്ങളും ദാവീദ് പാടിയതാണ്. 2-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ പേരില്ല. എന്നാൽ പ്രവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുമ്പോൾ 2-ാം സങ്കീർത്തനത്തിലെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടെന്ന് ദാസനായ ദാവീദ് മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. 95-ാം സങ്കീർത്തന ഹെഡിങ്ങിൽ പേരില്ല. എന്നാൽ എബ്രായ ലേഖനം 4-ാം അധ്യായം 3-4 അധ്യായങ്ങൾ 95-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങളെ ഉദ്ധരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതുമ്പോൾ ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം പിന്നെയും അരുളി ചെയ്തു. അപ്പോൾ ഹെഡിങ്ങിൽ പേരില്ലാത്ത പല പാട്ടുകളും ദാവീദിൻ്റെതാണെന്ന് തിരുവചനം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. അനേക പാട്ടുകൾ ദാവീദ് എഴുതിയിട്ടുണ്ട്. അത് സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 150 പാട്ടുകൾ ചേർന്ന സങ്കീർത്തന പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ 3 വിധത്തിലുള്ള പാട്ടുകളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. 1 സ്തുതിഗീതങ്ങൾ, 2 സ്തോത്ര സങ്കീർത്തനങ്ങൾ, 3 പ്രാർത്ഥനാഗാനങ്ങൾ. ആരാധനയുള്ള ബന്ധത്തിൽ ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ആരാധന എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് വർഷിപ്പ് അല്ല, പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ് ആണ് വർഷിപ്പ് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കും. ദൈവത്തെ പ്രൈസ് ചെയ്യുകയും ദൈവത്തിന് നന്ദി കാണിക്കുകയും ചെയ്യുമ്പോൾ അതാണ് വർഷിപ്പായിട്ട് തീരുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിലുള്ള മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ ആ ഭാഗം ചിന്തിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുമ്പോൾ ആരാധന ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അർപ്പിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ 3 വിധ പാട്ടുകളാണ് 150 പാട്ടുകൾ പുസ്തകത്തിലെ 150 പാട്ടുകൾക്കകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ സങ്കീർത്തനത്തിലെ പാട്ടുകൾ ഈ 3 വിധത്തിലുള്ള പാട്ടുകളാണ്. ഇത് 30-ാം സങ്കീർത്തനം ഒരു സ്തോത്ര സങ്കീർത്തനമാണ്. സ്തോത്ര സങ്കീർത്തനം നന്ദി പറയുന്ന സങ്കീർത്തനം. 1 ദൈവമായിരിക്കൊണ്ട് ദൈവത്തെ ദൈവം ഓർത്ത് മഹത്വീകരിക്കുന്നതാണ് പ്രൈസ് ചെയ്യുക എന്ന് പറയുന്നത്. 2 നന്ദി കാണിക്കുക, ദൈവം ചെയ്ത ഉപകാരത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നതാണ്. നന്ദി പറയുന്നത് മാത്രമല്ല, നന്ദി കാണിക്കുക എന്നാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. നന്ദി പ്രകടിപ്പിക്കുന്നതാണ് ആരാധന. അപ്പം നന്ദി കാണിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് പാടുന്ന പാട്ടുകളാണ് സ്തോത്ര സങ്കീർത്തനങ്ങൾ. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുന്നതാണ് പ്രാർത്ഥനാ ഗാനങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 30-ാം സങ്കീർത്തനം
സ്തോത്ര സങ്കീർത്തനമാണ്. ദൈവം വിടുവിച്ച വിടുതലിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു പാട്ടാണ്. അത് നമ്മളിവിടെ വായിച്ചു കേട്ടു. ദൈവമേ, അവിടുന്ന് എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടഴിച്ച് അങ്ങ് എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു പ്രതിസന്ധി എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. വിലപിച്ച ഒരു സന്ദർഭം, രട്ടുടുക്കേണ്ടി വന്നൊരു സന്ദർഭം. ആ വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർത്തു. രട്ട് ദുഃഖത്തിൻ്റെ പ്രതീകമാണ്, രട്ടുടുക്കുക എന്ന് പറഞ്ഞു. ആ രട്ട് അഴിച്ച് സന്തോഷം ഉടിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടത് തന്നെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോന്നും ചെയ്യുന്നത് ദൈവത്തിന് സ്തുതി പാടുവാനാണ്, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഏതോ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം വിടുവിച്ചു. വിലാപം എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല, ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. മറ്റൊരു വഴി കാണാതിരിക്കുമ്പോൾ, എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ സാധ്യതകളും തീരുമ്പോൾ, പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോൾ ആളുകൾ വിലപിക്കും. എന്നാൽ ആ വിലാപത്തെ മാറ്റി മനുഷ്യൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് തുള്ളിച്ചാടിയ നൃത്തം ചെയ്ത. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ വിലാപത്തെ മാറ്റി നൃത്തമാക്കി മാറ്റി. രട്ടുടുത്തിരുന്ന ആ സാഹചര്യത്തെ ദൈവം സന്തോഷമാക്കി മാറ്റി. പല സാഹചര്യത്തോടെ ദാവീദ് കടന്നു പോയിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ പശ്ചാത്തലം എന്തുകൊണ്ടാണ്, ഏത് വിലാപത്തെ ദൈവം നൃത്തമാക്കിയെന്ന് 30-ാം സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യഹോവേ, ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു, അങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ അങ്ങ് ഇടയാക്കിയതുമില്ല. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചു, അങ്ങനെ സൗഖ്യമാക്കുകയും ചെയ്തു. നോക്കുക, ഇവിടെ ഒരു രോഗസൗഖ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു രോഗം വന്ന് ദൈവം സൗഖ്യമാക്കി. സാധാരണ രോഗമല്ല, ഒരു പനിയോ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നുമല്ല, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടെ കടന്നുപോയ ഒരു സാഹചര്യമാണ് വിലാപം ഉണ്ടായത്. അപ്പോൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് ദൈവം തന്നെ സൗഖ്യമാക്കി. ദൈവം ഉദ്ധരിച്ചു എന്നാണ്, ഉദ്ധരിക്കുന്ന ദൈവമാണ്, ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ ഉദ്ധരിക്കുവാൻ കഴിയും. ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കിയില്ല. ജീവിത സാഹചര്യത്തിലൊക്കെ ശത്രുക്കളായ ആളുകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കാനിടെ സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം വിടുവിച്ചപ്പോൾ അങ്ങനെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാക്കിയില്ല എന്ന് താൻ പാടി ആരംഭിക്കുക. ഇവിടെ സാധാരണ രോഗമല്ല. 3-ാം വാക്യം, യഹോവേ, അവിടുന്ന് എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അങ്ങനെക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അപ്പോൾ മരണകരമായ ഒരു സാഹചര്യത്തോട് കടന്നുപോയി. നോ ഹോപ്പ് എന്ന് സാധാരണ നമ്മൾ കേൾക്കുന്നൊരു ഭാഷയാണ്. ഐസിയുവിൻ്റെ വാതുക്കൽ പലപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നൊരു വാക്കാണ്. പ്രതീക്ഷയ്ക്ക് വകയില്ല, എല്ലാ സാധ്യതയും തീർന്നു, അറിയിക്കേണ്ടവരെ അറിയിച്ചു. മരണത്തിൻ്റെ താഴ്വരയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് മാനുഷികമായ നിലയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് പറയും. എന്നാൽ നമ്മുടെ ദൈവം അതിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവമാണ്, ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. നോ ഹോപ്പ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതിന് വിരോധമായി നമ്മൾ ആശിക്കണം. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. ആശയ്ക്ക് വിരോധമായി, ആശിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിന് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഒരുപക്ഷെ താങ്കൾ കിടക്കയിലായിരിക്കും. ഡോക്ടർമാർ പറഞ്ഞു, ഇനിയൊരു മരുന്നില്ല, ഇനിയൊരു സാധ്യതയില്ല. എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവ്, നമ്മുടെ ദൈവം ഉദ്ധരിക്കുന്ന ദൈവമാണ്, ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. നമ്മൾ ഉദ്ധരിക്കാൻ കഴിയും. പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, ദൈവത്തിന് നമ്മളെ ഉദ്ധരിക്കാൻ കഴിയും. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഏത് സാഹചര്യമാണെങ്കിലും അതൊന്ന് വിടുവിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, അത്യുന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം, അത്യുന്നതനായ ദൈവമാണ്. ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സകലവും
നിർവഹിച്ചു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവത്തിന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാണ് ദാവീദിന് ഈ രോഗം വന്നത്? ദാവീദിൻ്റെ ചരിത്രം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം മുതലാണ് ഔദ്യോഗികമായി ദാവീദിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. 2 ശമൂവേൽ വരുമ്പോൾ അദ്ദേഹം രാജാവായ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകങ്ങൾ നമ്മൾ കാണുന്നത് ദാവീദ് മുഴുവൻ ഗോത്രത്തിൻ്റെ രാജാവായി തീർന്നതിന് ശേഷം താൻ പ്രത്യേകമായി എടുത്ത തീരുമാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ 1 ദിനവൃത്താന്ത പുസ്തകങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ 3 പുസ്തകങ്ങളിലാണ് ദാവീദിൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെയൊന്നും ദാവീദ് ഇത്രയും മാരകമായ ഒരു രോഗത്തിലൂടെ പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. ദാവീദിൻ്റെ ചരിത്രം സങ്കീർത്തനത്തിലൂടെ, താൻ പാടിയ പാട്ടുകളിലൂടെ നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഈ പാട്ടിനകത്താണ് താൻ മാരകമായ ഒരു രോഗത്തിലൂടെ കടന്നുപോയെന്നും വിലപിച്ച സന്ദർഭം ഉണ്ടായിരുന്നു, ദൈവം അതിൽ നൃത്തമാക്കിയെന്നൊക്കെ ഈ പാട്ടിലാണ് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നു, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചു, അങ്ങനെ സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് 2-ാം വാക്യത്തിൽ 30-ാം സംഘത്തിൽ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാണ് ഇദ്ദേഹം പ്രാർത്ഥിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, 3 വിധത്തെ പാട്ടുകളാണ്: സ്തുതിഗീതങ്ങൾ, സ്തോത്ര സങ്കീർത്തനങ്ങൾ, പ്രാർത്ഥനാഗാനങ്ങൾ. 41-ാം സങ്കീർത്തനം പ്രാർത്ഥനാഗാനമാണ്, അപേക്ഷ ദൈവത്തെ അറിയിക്കുന്ന പാട്ടാണ്. അതിൻ്റെ 41-ാം അധ്യായം 4-ാമത്തെ വാക്യം: യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ യഹോവേ, എന്നോട് കൃപ തോന്നി സൗഖ്യമാക്കണമേ, അങ്ങയോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദൈവത്തോട് താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന. 41-ാം സങ്കീർത്തനം 4-ാം വാക്യം: യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ, അങ്ങയോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങയോട് നിലവിളിച്ചു, അങ്ങനെ സൗഖ്യമാക്കിയെന്ന് 30-ാം സങ്കീർത്തനത്തിൽ താൻ പാടുമ്പോൾ 41-ാം സങ്കീർത്തനം പ്രാർത്ഥനാഗാനമാണ്. അദ്ദേഹം പറയുകയാണ്, യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. അപ്പം ഇവിടെയാണ് താൻ സൗഖ്യത്തിനുവേണ്ടി പ്രാർത്ഥിച്ചത്. ഏത് സാഹചര്യത്തിലും അദ്ദേഹം പ്രാർത്ഥിച്ചെന്ന് നോക്കിയേ. 5-ാമത്തെ വാക്യം: അവൻ എപ്പോൾ മരിച്ച് അവൻ്റെ പേർ നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ചപ്പോൾ പറയുന്നത്, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയില്ല. ശത്രുക്കൾ, ദാവീദ് ഔദ്യോഗികമായ ഉന്നതമായ പദവിയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളൊക്കെ ദാവീദിൻ്റെ ജീവിതത്തിലെ പരാജയം കാണുവാൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഈ വലിയ മാരകമായ രോഗമുണ്ടായത്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അവനെപ്പോൾ മരിച്ച് അവൻ്റെ പേർ നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. അതുമാത്രമല്ല, ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അവൻ്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു. അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു. എന്നെ പകയ്ക്കുന്നവരൊക്കെ എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഒരു ദുർവ്യാധി അവനെ പിടിച്ചിരിക്കുന്നു. അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു. എനിക്ക് ദാവീദ് മാരകമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ കാണുവാൻ വരുന്ന ആളുകൾ തൻ്റെ അടുക്കൽ വരുമ്പോൾ തന്നെ ആശ്വസിപ്പിക്കുന്ന നിലയിൽ സംസാരിക്കും. ഈ രോഗം മാറും, സൗഖ്യം വരും, ദൈവം എഴുന്നേൽപ്പിക്കും, ഇനി അനേക പാട്ടുകൾ എഴുതാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് കപടവാക്കുകളാണ്. എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്കാണ് പറയുന്നത്. അവൻ്റെ ഉള്ളിൽ അതില്ല. നശിക്കണമെന്ന് ആഗ്രഹിച്ചാണ് അവൻ വരുന്നത്. എനിക്കെന്തോ രോഗമുണ്ടായി എന്താണെന്ന് അറിയാൻ വേണ്ടി ഓരോരുത്തരും അറിഞ്ഞറിഞ്ഞ് വരികയാണ്. കാരണം പുറത്തെ കേഴി ഒരു ദുർവ്യാധി പിടിച്ചു, അവൻ കിടപ്പിലായി, ഇനി എഴുന്നേക്കത്തില്ല. ഒരാൾ കണ്ടിട്ട് ചെന്ന് പറഞ്ഞു, അറിഞ്ഞോ, ദാവീദ് തീർന്നു, ദാവീദിൻ്റെ ജീവിതം തീർന്നു. എന്തോ പറ്റി? അവനൊരു ദുർവ്യാധി പിടിച്ചു, കിടപ്പിലായി, ഞാൻ കണ്ടിട്ട് വരിക, നീ എഴുന്നേക്കത്തില്ല. അപ്പോൾ ഇവൻ്റെ ശത്രുക്കൾ, ദാവീദിൻ്റെ ശത്രുക്കൾ ഇത് കേട്ട് കഴിയുമ്പോൾ ദാവീദിനെ കാണാൻ വന്നിട്ട് കപടവാക്ക് പറയുകയാണ്. സൗഖ്യമാകും, വിടുവിക്കും, ദൈവം എഴുന്നേൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട്
ദാവീദിന് വിരോധമായി സംസാരിക്കുക. ശാരീരികമായ രോഗത്തെക്കാൾ കൂടുതലായി മാനസികമായി താൻ വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അവർ പറയുന്ന ഒരു ദുർവ്യാധി പിടിച്ചു കിടപ്പിലായി. രോഗത്തിന് പേരില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ രോഗം വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച ആദ്യത്തെ പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ കിടപ്പിലായപ്പോഴുള്ള പ്രാർത്ഥനയാണ് 41-ാം സങ്കീർത്തനത്തിലെ പ്രാർത്ഥന. 38-ാം സങ്കീർത്തനത്തിൽ ഈ രോഗം വന്ന സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന നോക്കിയാൽ ദുർവ്യാധി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 5 വാക്യങ്ങൾ. എൻ്റെ ഭോഷത്തെ ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു, ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു. അപ്പം നടക്കാവുന്ന ഒരു സന്ദർഭത്തിലാണ്. 41-ാം സങ്കീർത്തനം പാടുമ്പോൾ താൻ കിടപ്പിലായി, പൂർണ്ണമായി കിടപ്പിലായി. 38 വരുമ്പോൾ അല്പം നടക്കാൻ കുനിഞ്ഞൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ വ്രണങ്ങൾ ചീഞ്ഞ് നാറുന്ന ഒരു സാഹചര്യം. നിവരാൻ കഴിയുന്നില്ല. ഇവിടെ മുഴുവൻ വ്രണങ്ങളാണ്, ശരീരത്തിന് മുഴുവൻ വ്രണങ്ങളാണ്. കൂനി നടക്കുകയാണ്, ദുഃഖിച്ച് നടക്കുന്നു. അരഭാഗത്താണ് തനിക്ക് രോഗമുള്ള, അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ദേഹത്തിൽ സൗഖ്യവുമില്ല. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ക്ഷീണിച്ചു, അത്യന്തം തകർന്നിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിൻ്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ടു മാറി നിൽക്കുന്നു, എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കണിവെക്കുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതാനം സംസാരിക്കുന്നു. അവർ ഇടവിടാതെ ചാതിവ് ചിന്തിക്കുന്നു. നോക്കുക, ദാവീദ് കടന്നുപോയ സാഹചര്യങ്ങൾ, ദാവീദിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. ആളുകൾ വന്ന് നോക്കുമ്പോൾ ദാവീദ് കിടക്കുന്ന മുറിയിലേക്ക് കയറുവാൻ കഴിയില്ല. ചീഞ്ഞു നാറുന്നു വ്രണങ്ങൾ, അലറുന്നു. അയ്യോ 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 എന്ന് പറഞ്ഞ് വേദന കൊണ്ട് പുളഞ്ഞ് ദാവീദ് അലറുകയാണ്. നെഞ്ചിടിക്കുന്നു, വശം കെട്ടിരിക്കുന്നു. തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞു നോക്കി കിടന്നു വശം കെട്ടിരിക്കുന്നു. എഴുന്നേറ്റാൽ നിവർന്ന് നടക്കുവാൻ കഴിയില്ല, കൂനി നടക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ കാണാൻ വരുമ്പോൾ വേണ്ടാതാനം സംസാരിക്കുകയാണ്. പുറത്തുപോയി വേണ്ടാതാനം സംസാരിക്കുന്ന വിവരം തനിക്ക് ലഭിക്കുന്നു. അവൻ അനുഭവിക്കട്ടെ, അവൻ ചെയ്ത കുറ്റത്തിന് അവൻ തന്നെ ശിക്ഷ അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദാവീദിന്റെ ഹൃദയത്തെ കലക്കുന്ന നിലയിൽ, വേദനിപ്പിക്കുന്ന നിലയിൽ വേണ്ടാതാനം സംസാരിക്കുന്നു. അതുമാത്രമല്ല, ഇതൊരു പ്രത്യേക രോഗമാണ്. ചീഞ്ഞു നാറുന്നു, വശം കെട്ടിരിക്കുന്നു, അലറുന്നു. ഇതെല്ലാം വെളിയിച്ചെന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇങ്ങോട്ട് കാണാൻ പോലും വരുന്നില്ല. കാരണം ഇത് പകരുന്നതാണോ? അകന്നു നിൽക്കുക, ബന്ധുക്കൾ അകന്നു നിൽക്കുക, സ്വന്തക്കാർ അകന്നു നിൽക്കുന്നു. നോക്കുക എന്തെല്ലാം പ്രയാസത്തിലൂടെ ദാവീദ് കടന്നുപോയത്. മാനസികമായി തകർന്നു, ശാരീരികമായി തകർന്നു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് 38-ാം സങ്കീർത്തനത്തിൽ നടക്കാവുന്ന സാഹചര്യമായിരുന്നു. പിന്നെ രോഗം കൂടി, കിടപ്പിലായി, മരണത്തിൻ്റെ താഴ്വരയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാതാളത്തിലേക്ക് ഇറങ്ങുവാനുള്ള സമയമെടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ. ദാവീദ് നിലവിളിച്ചപ്പോൾ ദൈവം ദാവീദിന് വേണ്ടി എഴുന്നേറ്റു. ദൈവം ദാവീദിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു. നിലവിളിക്കുന്ന സഹോദര, നിലവിളിക്കുന്ന സഹോദരി, നിലവിളിക്കുന്ന പിതാവേ, നിലവിളിക്കുന്ന മാതാവേ, നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളെ, നമ്മുടെ നിലവിളികൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. നമ്മുടെ മറുപടിയുമായി ദൈവം എഴുന്നേൽക്കും. നമ്മളെ സൗഖ്യമാക്കുവാൻ, നമ്മളെ വിടുവിക്കുവാൻ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം എഴുന്നേൽക്കും. ദാവീദിന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം എഴുന്നേറ്റു. ദൈവം ഇറങ്ങി വന്നു.
ദൈവം ദാവീദിനെ ഉദ്ധരിച്ചു. ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, നമ്മളെ ഉദ്ധരിക്കുന്ന ദൈവമാണ്, മരണത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവമാണ്. ദൈവം സൗഖ്യമാക്കി. ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാക്കിയതുമില്ല. നമ്മുടെ സാഹചര്യത്തെല്ലാം ദൈവത്തിന് മാറ്റുവാൻ കഴിയും. എന്നാൽ എന്തുകൊണ്ടാണ് ദാവീദിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായെന്ന് ദാവീദ് പറയുന്നുണ്ട്. 6-ാം വാക്യം, 30-ാം സങ്കീർത്തനം 6-ാം വാക്യം, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. ദൈവം തന്നെ ഉയർത്തി ഉന്നതമായ സ്ഥാനത്ത് കൊണ്ടുവന്നു, രാജാവാക്കി, കൊട്ടാരം നൽകി, പട്ടാളത്തെ നൽകി, എല്ലാ സൗകര്യവും നൽകിയപ്പോൾ തൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാര ചിന്തയുണ്ടായി. എന്താ? ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, ഇനി എന്നെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയയില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചിന്തകളോ അഹങ്കാരങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന് ഏറ്റുപറയണം. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. പാപങ്ങളെ ഏറ്റുപറയണം. ദാവീദ് പറയുന്നു, ദൈവമേ, അങ്ങയോട് ഞാൻ പാപം ചെയ്തു. എന്താ പാപം? നിഗളത്തിൻ്റെ വാക്കുകൾ, അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. ഞാനൊരു നാളും കുലുങ്ങിപ്പോകയില്ലെന്ന് സുഖകാലത്ത് പറഞ്ഞു. എല്ലാ സാഹചര്യവും നമുക്ക് അനുകൂലമായി തീരുമ്പോൾ, കയ്യിൽ പണമുണ്ടാകുമ്പോൾ, നല്ല ജോലി ലഭിക്കുമ്പോൾ, നല്ല വീട് ലഭിക്കുമ്പോൾ, എല്ലാം ദൈവം തന്നതാണെങ്കിലും ഇതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ എല്ലാം മറന്ന ഞാൻ എന്നുള്ളൊരു ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഇതെല്ലാം പിൻവലിക്കാൻ ദൈവത്തിന് കഴിയും. തന്ന ആരോഗ്യത്തെ പിൻവലിക്കാൻ കഴിയും. തന്ന നന്മകൾ പിൻവലിക്കാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തോട് നിലവിളിക്കുക. നമ്മുടെ കുറ്റങ്ങളെ, കുറവുകളെ ദൈവത്തോട് ഏറ്റുപറയുക. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവേ, 7-ാം വാക്യം, യഹോവേ, നിൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി, നീ നിൻ്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ദൈവം തന്നെ മുഖം മറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭ്രമിച്ചു പോകും. അടുത്ത വാക്യം, ആ സാഹചര്യത്തിൽ യഹോവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ടെന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അങ്ങയെ സ്തുതിക്കുമോ? അത് അങ്ങയുടെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവയെ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ, യഹോവയെ എൻ്റെ രക്ഷകനായിരിക്കണമെന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് ദാവീദിനെ സൗഖ്യമാക്കി. ദാനിയേൽ പുസ്തകം 4-ാം അധ്യായം 29 വാക്യങ്ങൾ. 12 മാസം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ രാജാവ് ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്തിനായിട്ട് രാജധാനിയെ പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ടുനീങ്ങിയിരിക്കുന്നു. നോക്കുക, ഒരു ജാതീയ രാജാവ് ഉണ്ടാക്കിയ വലിയ കൊട്ടാരത്തെ നോക്കിക്കൊണ്ട്, പുരാതന കാലത്തെ അത്ഭുതങ്ങളൊന്നായിരിക്കുന്ന ഹാങ്ങിങ് ഗാർഡൻ നോക്കിക്കൊണ്ട്, ബാബേൽ പട്ടണത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്രയേ ഉള്ളൂ, ഇത് ഞാൻ എൻ്റെ പണം കൊണ്ട് എൻ്റെ പ്രതാപ മഹത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേലല്ലയോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൈവം പുറത്താക്കി. ദൈവം ആ കൊട്ടാരത്തിന് അടിച്ചു പുറത്താക്കി. ഭ്രാന്തനായി തീർന്നു, ചങ്ങലയിൽ ബന്ധിച്ചു. 34-ാം വാക്യം, എപ്പോഴാണ് മറുപടി കിട്ടിയത്? എപ്പോഴാണ് പരിഹാരം ഉണ്ടായത്? ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതായ ദൈവത്തെ വാഴ്ത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും ദൈവത്തിൻ്റെ രാജത്വം തലമുറയായും അല്ലോ. ദൈവം സർവ ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ കൈ തടുപ്പാനോ അങ്ങെന്തു ചെയ്യുന്നുവെന്ന് ദൈവത്തോട് ചോദിപ്പാനോ ആർക്കും കഴിയയില്ല. ആ നേരത്തു തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. എൻ്റെ രാജത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്വക്കളും എന്നെ അന്വേഷിച്ചു.
ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അതിയായി സിദ്ധിച്ചു. ഇപ്പോൾ നെബൂഖദ്നേസർ ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും ദൈവത്തിൻ്റെ വഴികൾ ന്യായവും ആകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും ദൈവം പ്രാപ്തൻ തന്നെ. നോക്കുക, നിഗളിയായ നെബൂഖദ്നേസർ രാജാവ് തന്നെ തന്നെ താഴ്ത്തി. ഇതെല്ലാം ദൈവം തന്നതാണ്. ദൈവത്തിനെല്ലാം മഹത്വവും കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും മടക്കി തന്നെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നു. ദാവീദും ജീവിതത്തിൽ തൻ്റെ തെറ്റുകളെ കണ്ട് ദൈവത്തിനെ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം ദാവീദിനെ സൗഖ്യമാക്കി, വിലാപത്തെ നൃത്തമാക്കി, രട്ടഴിച്ച് സന്തോഷമെടുപ്പിച്ചു. അതേ ദൈവം പിതാവേ, മാതാവേ, സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുവാൻ കഴിയുമോ? എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവമേ, രട്ടഴിച്ച് സന്തോഷമെടുപ്പിക്കുന്ന ദൈവമേ, ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ലഭിക്കുന്ന സാഹചര്യത്തിൽ കടന്നു പോകുന്നെങ്കിൽ ദൈവം നൃത്തമാക്കുവാൻ പോകുന്നതിന് സ്തോത്രം. രട്ടെടുത്തിരിക്കുന്നെങ്കിൽ അത് സന്തോഷമാക്കുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഓരോ മണ്ഡലത്തിലും വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമായതൊന്നുമില്ല, അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. ഇല്ല ഇല്ല, അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നും